പഠിപ്പിച്ചതാരാ? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, പ്രേമമെന്ന് പറയുന്ന സിനിമ കഴിഞ്ഞപ്പോ അത് കണ്ടിട്ട് അതാണ് പ്രണയമെന്ന് കരുതിയ പെങ്ങളോട്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ താരങ്ങളുടെ പ്രണയം കണ്ടപ്പോ ഇതാണ് ഏറ്റവും വലിയ പ്രണയമെന്ന് കരുതിയ പെങ്ങളോട് നിനക്ക് പഠിക്കാൻ ഞാനൊരു ആത്മാർത്ഥ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? പ്രണയമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രണയിക്കാൻ പഠിപ്പിച്ചു തന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിച്ചു തരികയാ. പ്രേമിക്കാനും പ്രണയിക്കാനൊക്കെ പഠിക്കണം. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എടോ, ആയിഷ ബീബി റളിയല്ലാഹു തആല, നിങ്ങൾ ചരിത്രം നോക്കിക്കേ. നബിതങ്ങളുടെ മുമ്പിൽ ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു, ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തു. നബിതങ്ങളുടെ കയ്യിലേക്ക് ഭക്ഷണം കൊണ്ടുവന്ന് ഒരു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യം ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ മണിയറയിൽ ചെയ്യുന്നത് തന്നെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കണേ. കല്യാണം കഴിഞ്ഞ് മണിയറയ്ക്ക് പോകുമ്പോൾ ഒരു പാല് കുടിക്കുന്ന സമ്പ്രദായം ഉണ്ട്. ആദ്യം ഭർത്താവ് കുടിച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കും. ഇല്ലേപ്പാ, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? കുടിക്കാറില്ലേ? അങ്ങനെ സമ്പ്രദായം ഇല്ലേ? ഓഹ്, മലക്കുകളാ, ഒന്നിനും ഓർമ്മയില്ല. നബിതങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ നബിതങ്ങൾ കുടിച്ചില്ല. ആയിഷാന് കൊടുത്തിട്ട് പറഞ്ഞു കുടിക്കാൻ. ഇങ്ങനായിരിക്കണം ഭർത്താവ്. ആദ്യം ഭാര്യയ്ക്ക് കൊടുക്കണം. നമ്മളാണെങ്കിൽ ആദ്യം നിറച്ചിട്ട് വല്ലതുണ്ടെങ്കിൽ ഭാര്യയ്ക്ക്. നബിതങ്ങൾ എന്ത്? ആയിഷയുടെ കൈ കൊടുത്തു. ആയിഷ അതാ കുടിക്കുക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുടിച്ചു. എന്നിട്ട് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തപ്പോൾ നബിതങ്ങൾ ഇങ്ങനെ എന്തോ തിരയുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ച്, എന്താ നബിയെ തിരയുന്നേ? അല്ല ആയിഷ, നിന്റെ ചുണ്ട് എവിടെ വെച്ചാ കുടിച്ചത് എന്ന് ഞാൻ തിരയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീവിയുടെ ചുണ്ട് എവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് നനവ് തിരയുകയാ. അത് കണ്ടപ്പോ തന്റെ ചുണ്ട് തന്റെ ഭാര്യ കുടിച്ച അതേ സ്ഥലത്ത് വെച്ചിട്ട് കുടിച്ചു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് സ്നേഹം. ഇതാണ് സ്നേഹം. ഇതിപ്പം നമ്മൾ സ്ട്രോ ഇട്ടിട്ട് കുടിക്കുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. അത് ആത്മാർത്ഥ സ്നേഹം, ഇത് കപട സ്നേഹം. നിന്നെ മാത്രമേ ഞാൻ പ്രണയിക്കത്തുള്ളൂ, നീ അല്ലാതെ വേറൊന്നിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. പടച്ചവൻ ഇങ്ങനെ പറയുന്നുണ്ട്, അക്കരെ നോക്കുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്നെ അല്ലാതെ ഇന്ന് വരെ ഞാൻ ഒന്നിനല്ലോ പടച്ചവനെ. അതൊക്കെന്തിനാ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ രാത്രിയിൽ കിതാബ് തുറക്കുന്നൊരു സമയമുണ്ട്. പയ്യൻ പറയും, ഞാൻ +1 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരുത്തിയെ പ്രേമിച്ചു. +1 വന്നപ്പം ഒരുത്തിയുടെ കൂടെ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, കറങ്ങാൻ പോയിട്ടുണ്ട്. 3-4 എണ്ണത്തിൻ്റെ ലിസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് പയ്യൻ ചോദിക്കും, നീയോ? അവളങ്ങോട്ട് പറയാൻ തുടങ്ങും. ബസ് സ്റ്റോപ്പിലൊന്ന്, റോഡ് സൈഡിലൊന്ന്, ട്യൂഷൻ സെൻ്ററിലൊന്ന്. അല്ലാഹു അലം, പടച്ചോൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാ ജീവിതം. അതൊക്കെയല്ല ജീവിതം. ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥ ഒരു സ്നേഹം ഞാൻ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. നബി തങ്ങൾക്ക് 25 വയസ്സ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രണയിച്ച് കെട്ടിയതുമല്ല, തലയിലായതുമല്ല. മനസ്സിലാക്കേണ്ടത് അവിടെയാ. എടാ, തന്നെക്കാളും വയസ്സ് 15 വയസ്സ് കൂടുതൽ ആർക്ക്? ഖദീജാന്. ചിലര് പോയി പെട്ടവരുണ്ട്, അള്ളാഹു കാക്കമാറാകട്ടെ. തലയിലായത് വേറെ, ഇതങ്ങനെയല്ല. പ്രേമിച്ചതുമല്ല. 25 വയസ്സുകാരൻ 40 വയസ്സുള്ള ഖദീജ ബീവിയെ വിവാഹം കഴിച്ചു. ഇവർ രണ്ടുപേരും 25 വർഷമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചേ. 1 വർഷമല്ല, 25 കൊല്ലം ജീവിച്ചു. അങ്ങനെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സായി. 65 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഒന്ന് കൈ പൊക്കിക്കേ. 65 വയസ്സുകാരെങ്കിലും ഉണ്ടോ? പെണ്ണ് കെട്ടിക്കാനൊന്നും അല്ല, 2 പേരുണ്ട്. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. 65 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വാതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, തൻ്റെ ഭർത്താവ് വരുന്നതും കാത്ത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ആ 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങൾ വരുന്ന ഭർത്താവ്, പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വരുന്നത് വരെ നോക്കി നിൽക്കും, സമാധാനം ഉണ്ടാകത്തില്ല. ഇപ്പം അങ്ങനൊന്നുമല്ല. വേണമെങ്കിൽ വല്ലതും തിന്നിട്ട് വന്ന് വിളമ്പി തിന്നോണം, കടന്നോണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
ഇതന്നെ ഇന്ന് അങ്ങനെ ആയി കാലഘട്ടം. ഞാൻ ഇപ്പം ഈ ഓൺലൈനിൻ്റെ കാലം മൊത്തവും. അതുകൊണ്ട് എനിക്കൊന്നാമത് ഈ ലൈവ് ചെയ്യുന്നതിനോട് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. കാരണം കേസുകൾ 10-30 ഉണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വഴുതു പറഞ്ഞതിൻ്റെ പേര് 10-30 കേസുണ്ട് ഇപ്പം. പഠിച്ചവനെ, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന് പ്രസംഗിച്ചതിന് എനിക്ക് 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ? മഹ്ശറയൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാടോ? പണ്ടത്തെ പെണ്ണുങ്ങൾ നോക്കി നിൽക്കും, ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഈ രാമനാട്ടുകര കോഴിക്കോട് പോകുമ്പോൾ, ഇല്ല ജോലി രാമനാട്ടുകര വഴുതിന് പോയപ്പോൾ ഒരു ഉപ്പ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആ പ്രസംഗിക്കണ ഉസ്താദല്ലേ? ഞാൻ പറഞ്ഞു, അതേപ്പാ എൻ്റെ പൊന്നാര ഉസ്താദെ, നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ആ വാപ്പ എന്നോട് വസീയത്ത് ചെയ്ത ഒരു കാര്യമാണ്. ഈ മനുഷ്യൻ 4 മണിക്ക് എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകും സുബഹി നിസ്കരിക്കാൻ. നടന്നാ പോകുന്നത്, കാരണം പ്രതിഫലം കൂടുതലാണല്ലോ നടക്കുന്നതിന്. ഈ പിതാവ് പള്ളിയിൽ പോയി സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും ഉദയം വരെ. ദിക്റും ദുആ എല്ലാം ചെയ്തിട്ട് പാപം വീണ്ടും വീട്ടിലേക്ക് നടന്ന് വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഭാര്യയോട് ചോദിച്ചു, ഡീ ഇത്തിരി ചായ ഇട്ടതാ, ഞാൻ വഴുത് കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഭാര്യ പറഞ്ഞ മറുപടിയാ, ഞാൻ വഴുത് കേട്ടുകൊണ്ടിരിക്കുക, കുറച്ച് കഴിയട്ടെ എന്ന്. ഇതെന്ത് വഴുതാപ്പാ? എൻ്റെ താത്തമാരെ കേൾക്കണേ, ഇതെന്ത് വഴുതാ? പടച്ചവനെ, വഴുത് കേട്ടിട്ട് അവസ്ഥയെന്നറിയോ? പണ്ടൊരു ചരട് ഓതണമെങ്കിൽ എവിടെ പോകണം? ഉസ്താദിൻ്റെ അടുക്ക പോകണം. ഉസ്താദ് ഇത്തിരി വെള്ളം ഓതിത്താ ഉസ്താദ്. ഇല്ലേ, എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു, താത്ത ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം ഇങ്ങി തരാൻ. ആട് ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഓതിയ വെള്ളം തരാൻ. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഇവർ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അത് മജ്‌ലിസി വഴുത് കേട്ടോണ്ടിരുന്നപ്പോൾ കേട്ട് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഓണാക്കി വെച്ചു, ദിക്റും ദുആയും പറയുന്നുണ്ട്, ഊതി വെച്ചിരിക്കുക. ഉസ്താദിൻ്റെ പണി പോയി. അള്ളാഹു അല. ഞാൻ കളിയാക്കിയതോ പരിഹസിച്ചതോ അല്ല, ഇന്ന് പ്രഹസനമായി മാറിയില്ല. അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുത്. നോക്കിക്കേ, ഈ താത്താമാർ ഇപ്പം അക്കരയിൽ ഇരിക്കുന്നുണ്ട്, ഫർദ ധരിച്ച് ഹിജാബ് ധരിച്ച് തലമുടി മറച്ച് അള്ളാനെ ഭയന്ന് മനസ്സമാധാനത്തോടെ ഇരുന്ന് വഴുത് കേൾക്കുന്നു. എന്നാലോ വീട്ടിൽ ചെന്ന അടുക്കളയിൽ ഉസ്താദ് വഴുത് പറയും, തലയിലും തുണിയില്ല, മീനും വെട്ടി നടക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, മൊബൈലിൽ അങ്ങോട്ട് വഴുത് ഉണാക്കി വെച്ചിട്ടുണ്ട്, ഇതുങ്ങൾ ഇങ്ങനെ നടക്കും. പച്ചക്കറി അരിയുന്നുണ്ട്, ദോശ ഇടുന്നുണ്ട്, കടലക്കറി വെക്കുന്നുണ്ട്, വഴുത് നടക്കുന്നുണ്ട്. അത് വഴുത് കേൾക്കലല്ല, അതതിനെ പരിഹസിക്കല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെങ്കിലും സമാധാനത്തോടെ ഇരുന്ന് കേൾക്കണം, അതാണ് വഴുത്. അള്ളാഹു നമ്മുടെ വഴുത് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ വഴുതാണെങ്കിലും കേൾക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. സാധാരണ നിങ്ങളൊക്കെ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് നിങ്ങളാരെയും നന്നാക്കാനല്ല. അതിനിപ്പോൾ പത്തനാപുരത്ത് നിന്ന് ഇവിടെ വരെ വരേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് കിടക്കണ ഞാൻ 80 കിലോമീറ്റർ ഓടി ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? എന്നെക്കാലം ഹത്തീവ് പറഞ്ഞാൽ പോലെ, അല്ലെങ്കിൽ തങ്ങന്മാർ ഇത്ര ഉസ്താന്മാർ ഇവിടെ ഇരിക്കുന്നു. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. സ്നേഹമില്ലാത്ത മനുഷ്യന്മാർ 40 പേരിൽ കൂടുതലുണ്ടോ? ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ. ഒരാമീൻ പറഞ്ഞ് അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എൻ്റെ മനസ്സ് വെളുപ്പിച്ച് തരുമാറാകട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടണമെന്ന് തോന്നിയാൽ കൂടെ കൂടിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ അത്രയും മുന്നോട്ട് വെക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 65 വയസ്സുകാരി നബിതങ്ങളെ കാത്തു വാതിലിൽ നിൽക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു ഖദീജ. ഉമ്മമാര് കേൾക്കണം, 1400 കൊല്ലം മുമ്പുള്ളൊരു കഥ പറഞ്ഞുതരാ ഞാൻ. നീ ഇന്നും ചെയ്യുന്നത് എന്താണെന്ന് ചിന്തിക്ക്. അങ്ങനെ നബിതങ്ങൾ വീടിനകത്ത് കയറി വന്നു. ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ തന്റെ ഭർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചു. കൂടെ പോയിരുന്നു ആയി ഖദീജ ബീവി. അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് പോയിരുന്നു. നബിതങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല നബിതങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കുന്നുണ്ട്. ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? ആ 65 വയസ്സുള്ള ഭാര്യ ചോദിക്ക, എനിക്കൂടെ വാരിത്തരുവോ? വാരിത്ത ഖദീജ, വാരിത്ത. എടോ, പുറക്കാടുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ? നിങ്ങളുടെ നാട്ടിൽ ഈ ആകാശത്തിന്റെ കീഴിലുള്ള വീടുകളിൽ ഏറ്റവും നല്ല വീട് ഏതെന്നറിയോ? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും കൂടെ ഒരു പാത്രത്തിൽ കഴിക്കണം. അത് വല്ലാത്തൊരു സ്നേഹമാണോ? ഇവിടെ ഇന്ന് അതൊക്കെ ഉണ്ടോപ്പാ?
ഭർത്താവ് തിന്നതിൻ്റെ ബാക്കി വേസ്റ്റല്ല, എങ്ങനെ തിന്നാനാ? പണ്ടങ്ങനല്ല. എൻ്റെ വീട്ടിലൊക്കെ ഒരു പാത്രമുണ്ട്. എൻ്റെ വീട്ടിൽ നിർബന്ധമാണ്, ഒരു പാത്രമുണ്ട്. ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും ആ ഒറ്റ പാത്രത്തിലേ കഴിക്കൂ. കാരണം അതൊരു ശീലമാണോ? ഇവിടെ നമ്മൾ ചിന്തിക്ക്, ഈ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലുള്ള പ്രത്യേകത എന്താ? മനസ്സുകൾ തമ്മിൽ അടുക്കൂടോ? പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന, പണ്ട് കൂടപ്പറപ്പെന്ന് പറഞ്ഞ ജീവന. പടച്ചോനെ, അവൻ എൻ്റെ അനിയനടാ, കയറി തല്ലാൻ പോകും, അത്രയ്ക്കും ബന്ധവാ. ഇന്ന് പറയും മരിച്ചാൽ പോലും എൻ്റെ വീട്ടിൽ കയറരുതെന്ന്. ആരാ പറയണേ? സ്വന്തം അനിയൻ. ഞാൻ മരിച്ചാൽ പോലും കയറല്ലേ, അവനെ മയ്യത്ത് കാണിക്കരുത്. കൂടോത്രം ചെയ്യുന്ന ആരാ? സ്വന്തം കൂടപ്പറപ്പ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. എടാ, കൂടപ്പറപ്പാ ചെയ്യുന്നേ. കാരണം എന്തേ? അകന്നുപോയി മനസ്സുകൾ തമ്മിൽ. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മനസ്സുകൾ, ഭാര്യയ്ക്കൊരിക്കലും ഭർത്താവിനെ വഞ്ചിക്കാൻ പറ്റൂലടോ. എത്ര വലിയ കോടീശ്വരം വന്നാലും, എത്ര വലിയ സൗന്ദര്യമുള്ളവൻ വന്നാലും ഇക്കാനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്ക് കഴിയില്ല, ഭാര്യയെ വഞ്ചിക്കാൻ ഭർത്താവിന് കഴിയില്ല. കാരണം അവരുടെ മനസ്സുകൾ അത്രയും അടുപ്പമാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. ഖദീജ ബീബി നബിതങ്ങൾക്ക് വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് വാരിക്കൊടുത്തു. 65-ാമത്തെ വയസ്സിൽ ഭക്ഷണം കഴിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ഞാൻ ആ മടിയിൽ ഒന്ന് തലവെച്ചിട്ട് കിടക്കട്ടെ? കടക്ക് ഖദീജ. നബിതങ്ങൾ പറയാ കിടക്കാൻ. ഈ വാല് കേൾക്കാൻ വന്നിരിക്കുന്ന ഉപ്പയോട് ചോദിക്കട്ടെ, ഈ 50, 55, 60 വയസ്സുള്ള വാപ്പ ഇപ്പൊ ഇവിടെ കിടക്കണേ? വാപ്പ വേറെ റൂമില്, ഉമ്മ വേറെ റൂമില്, ഭാര്യ വേറെ റൂമില്, ഭർത്താവ് വേറെ റൂമില്. കാരണം എന്തേ? ഈ വയസ്സാം കാലത്ത് കിടന്നിട്ട് എന്ത് കിട്ടാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമിനാത്ത ഉമ്മമാര് ചിന്തിക്കണം. ഭർത്താക്കന്മാരെ കുറ്റം പറയണ്ട. ചില ഭർത്താക്കന്മാര് വിളിക്കുക, ആമിന വാടി കിടന്നുറങ്ങാം. പിള്ളേരുണ്ടോ? പിള്ളേര്, മക്കള്. എൻ്റെ പൊന്നാര താത്ത, മക്കളുടെ ഭർത്താവിൻ്റെ കൂടെ പോയി കിടക്കും, അല്ലെങ്കിൽ ഭാര്യയുടെ, നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കിട. മരിക്കുന്ന കാലം വരെ ഒരു റൂമിനകത്ത് കിടക്കണം, ഒരു ബെഡിൽ കിടക്കണം. അങ്ങനെ സ്നേഹിക്കണം. അതാ സ്നേഹം. അതാണടോ സ്നേഹം. അല്ലാതെ 22-ാമത്തെ വയസ്സിൽ ആലപ്പുഴ കടപ്പുറത്തുകൂടെ കൈപിടിച്ച് കിടന്ന കഥ പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സാം കാലത്താടോ താങ്ങും തണലുമാകേണ്ടത്. കൂടെ നിൽക്കേണ്ടത് എപ്പോഴാ? മരിക്കുന്ന ദിവസവും ഭർത്താവിന്റെ റൂമിൽ കിടക്കണം, ഭാര്യയുടെ കൂടെ കിടക്കണം. ആര് പറഞ്ഞാലും മാറരുത്. അതാണോ സ്നേഹബന്ധം. നബിതങ്ങൾ ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. കടക്ക് ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. എന്തേ ഖദീജ നീ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തേ ഖദീജ ചിരിക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 65 വയസ്സുള്ള ഖദീജ ബീവി നബിതങ്ങളോട് ചോദിക്കാൻ, നിങ്ങൾക്ക് എന്നാ ഗ്ലാമറാന്ന്? നമ്മുടെ കെട്ടിയോള് പറയും, ഈ നരച്ച മുടി കൊണ്ടൊന്ന് വടിച്ചു കളയാൻ. നമ്മുടെ ഭാര്യ പറയണ മറുപടിയാ, എന്തൊരു മുടിയൊക്കെ നരച്ചിട്ട് ഇതൊക്കെ ഒന്ന് വടിച്ചു കള മനുഷ്യ, എന്താ ഇതില്ലേ? എന്നാൽ സ്നേഹമുള്ള ഭാര്യ പറയണം, നിങ്ങളുടെ അലങ്കാരം ആ താടിയായിക്ക, ആ നരച്ച മുടിയുണ്ടല്ലോ, ഇത്തിരി മൈലാഞ്ചി കിട്ടങ്ങോട്ട് പിടിപ്പിക്കണം. നിങ്ങൾ പ്രായമാകും തോറും നിങ്ങൾക്ക് ഗ്ലാമർ കൂടുന്നു എന്നാ ഭാര്യ പറയണ്ടേ. എടാ, ഇതാണ് സ്നേഹം. അങ്ങനെ നബിതങ്ങളും ഖദീജ ബീവിയും പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ബോറടിക്കണുണ്ടാ? ബോറടിക്കണുണ്ടാ? ഞാൻ കുടുംബജീവിതം പ്രസംഗിക്കാറില്ല. കാരണം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ പറയാറില്ല. പിന്നെ തങ്ങന്മാരിയ്ക്കുന്നു, ഉസ്താദന്മാരിയ്ക്കുന്നു എന്നും എല്ലാവരും പൊരുത്തപ്പെട്ടേക്കുന്ന തങ്ങളൊക്കെ, ഞാനൊരു മുത്തല്ലിമ, ഇത്തിരി വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാ. അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ. ഞാൻ പറയാൻ തുടങ്ങി ഞാൻ കയ്യിൽ വിട്ടു. ഞാൻ അതുകൊണ്ട് ഈ വിഷയം പറയാറില്ല. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഖദീജ ബീവി ഒന്ന് മുറുകെ പിടിച്ചു. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട്. നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. എൻ്റെ ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? എന്തു പറ്റി ഖദീജ നിനക്ക്? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, എൻ്റെ മരണം അടുത്തു നബിയെ, എൻ്റെ മരണം അടുത്തു നബിയെ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണങ്ങ് നിറയുകയാണ്.
അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാ. അല്ലാഹുവിന്റെ റസൂല് ഖദീജ ബീവിയുടെ വായങ്ങ് പൊത്തിപ്പിടിച്ചടോ. എന്നിട്ട് പറയുന്നു, ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നിന്നെ കുറിച്ച് ചോദിച്ചാ ഭർത്താവ് പറയും അവള് നല്ലവളാണ്, നിസ്കരിക്കുന്നവളാണ്, നോമ്പ് പിടിക്കുന്നവളാണ്, മക്കളെ നോക്കുന്നവളാണ്, ഭക്ഷണം വെച്ച് തരുന്നവളാണ്, പടച്ചവനെ അവളൊരു നല്ല ഭാര്യയാണ്, എല്ലാം എനിക്ക് ചെയ്തു തരും ഉസ്താദ്. പക്ഷേ ഒരേ ഒരു കുഴപ്പമേ ഉള്ളൂ, അവളുടെ നാവിന് വല്ലാത്ത നീളമാ ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആരാണ് നബി തങ്ങളോട് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? നീ എന്നാ ചരിത്രമൊന്ന് വായിക്കണേ. ആരാ ഖദീജ എന്നറിയോ? ആരാ ഖദീജ എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആർക്കാ? ഖദീജയ്ക്ക് വേണ്ടി. എന്തിനാണ് ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? ആ കൊട്ടാരം അല്ലാഹു പ്രതിഫലമായി കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലാണ്. അല്ലാഹുവേ, 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. 25 വർഷത്തിന്റെ ഇടയിൽ കല്യാണം കഴിച്ച അന്നു മുതൽ മരിക്കുന്ന ദിവസം വരെ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഖദീജയുടെ ശബ്ദം ഉയർന്നിട്ടില്ല. ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ 15 വയസ്സു കൂടുതലാണ്. എന്നിട്ട് പോലും തന്റെ ഭർത്താവിന്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തവളാ ഖദീജ. ആ ഖദീജയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം. ഈ ഖദീജയാണ് നബിതങ്ങളോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, പോകാ സമയമായി നബിയേ, പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് കരയുകയാ. പറയല്ലേ ഖദീജ, ചോദിക്കല്ലേ ഖദീജ, നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല ഖദീജ, നിന്നെ കുറിച്ച് പറയാൻ എനിക്ക് പരാതിയില്ല. എല്ലാം പൊരുത്തമാ ഖദീജ, എല്ലാം പൊരുത്തമാ ഖദീജ. നബി തങ്ങളുടെ കണ്ണ് നിറയുന്നടോ. റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യ യാത്ര പറയുമ്പോ നബി തങ്ങൾ കരയുകയാ. നിനക്ക് പൊരുത്തമാണെന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേറ്റിട്ട് നബി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് ചുംബനം കൊടുത്തടോ. സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുകയാ. കാരണം ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടിയല്ലോ. ആ 65 വയസ്സുള്ള ഖദീജ എന്ന ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, 3 ആഗ്രഹമാണ് ഇനി ബാക്കിയുള്ളത്. 3 ആഗ്രഹം എനിക്കുണ്ട് നബിയേ. എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ നബിയേ? എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ. എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല നബിയേ. ഇനി കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. എന്റെ ശരീരം ആരും കാണരുത്, എനിക്കിഷ്ടമല്ല നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കുമോ നബിയേ? നിങ്ങൾ കുളിപ്പിക്കുമോ നബിയേ? ഒരു പെണ്ണുപോലും എൻ്റെ ഔറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ആരും കാണണ്ട, നിങ്ങൾ കണ്ട ശരീരം ഇനി ഒരാളും കാണണ്ട നബിയേ. എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമോ നബിയേ? 65-ാമത്തെ വയസ്സിൽ ഖദീജ കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാ, എൻ്റെ ശരീരം വേറെ ആരെയും കാണിക്കരുത്, നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂല് സമ്മതിച്ചടോ.
നബി തങ്ങൾ പറഞ്ഞു, നിന്നെ ഞാൻ കുളിപ്പിക്കാ ഖദീജ, ഇനി നിന്റെ രണ്ടാമത്തെ ആഗ്രഹം എന്താ? യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് പൊതിയുമ്പോ 3 കഷ്ടം തുണിയെടുത്തിട്ട് എന്റെ ജനാസ പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എനിക്ക് തരുമോ നബിയേ? നിങ്ങളില്ലാതെ ഞാൻ ഉറങ്ങില്ല നബിയേ, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. ഖിയാമത്ത് നാൾ വരെ ഈ ഖദീജ ഖബറിനകത്ത് കിടക്കണമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റൂല. നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ, നിങ്ങളുടെ സുഗന്ധമെങ്കിലും എനിക്ക് വേണം. അതുകൊണ്ട് നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഈ ഷാള് എന്റെ കഫൻ തുണിക്കകത്ത് വെക്കുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് സമ്മതിച്ചടോ. ഇതാപങ്ങളെ സ്നേഹമെന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ ഉറങ്ങില്ല, ഭർത്താവില്ലാതെ സമാധാനമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ഖദീജ പറയുകയാ, 3ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ഖബറിനകത്ത് ഇറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്ത് നിങ്ങൾ വേണം ഇറങ്ങാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്നെ ഇറക്കി വെക്കാൻ, നിങ്ങളുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിച്ചടോ. 65 വയസ്സുകാരിയായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ഖദീജ ലോകത്തോട് വിട പറയുകയാ, ലോകത്തോട് വിട പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ കുളിപ്പിക്കുമ്പോ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാ ഖദീജയെ കുളിപ്പിച്ചത്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം ഖദീജ ബീവിക്ക് കിട്ടിയടോ. അല്ലാഹുവിന്റെ റസൂലാണ് അവിടുന്ന് പടച്ചവനെ കുളിപ്പിച്ചത്. കഫം പുതിയ സമയമായപ്പോ തന്റെ ചുമലിൽ കിടക്കുന്ന ഷാൾ എടുക്കുകയാ, റസൂലുള്ളാഹി തങ്ങളെ ചുംബിക്കുകയാ. ആ തുണിയിലേക്ക് ചുംബിച്ചടോ. എന്നിട്ട് ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ ഖബറിലേക്ക് ഇറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ഖബറിനകത്തിറങ്ങി, അല്ലാഹുവിന്റെ റസൂല് ഖബറിനകത്തിറങ്ങി. ഖദീജ ബീവിയുടെ ജനാസയങ്ങ് താങ്ങി വെക്കുകയാണ്. അവസാനം ഖദീജ ബീവിയുടെ ആ മുഖത്തിനടിയില് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. നബി തങ്ങൾ പിടിമണ്ണ് വാരി വെച്ചിട്ട് തല ഉയർത്തുമ്പോ ഖദീജയുടെ കഫം തുണി നനയുകയാ. സഹിക്കാൻ പറ്റിയില്ല നബി തങ്ങൾക്ക്. സങ്കടമായടോ. അല്ലാഹുവിന്റെ റസൂലിന് സങ്കടമായി. നബി തങ്ങൾ മരിക്കുവോളം ഖദീജയെ മറന്നില്ല. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു, പ്രായം കുറഞ്ഞവരെ വിവാഹം കഴിച്ചു. എന്നാലും അല്ലാഹുവിന്റെ റസൂലിന് ഖദീജ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്നേഹമാ. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താ നബി തങ്ങളെ ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും നബി തങ്ങൾ പറയും ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. മറ്റുള്ള ഭാര്യമാരോട് നബി തങ്ങൾ ഉപമ പറയുന്നത് ഖദീജയെ കുറിച്ചാ. നിന്നെ പോലെയൊന്നുമല്ല എന്റെ ഖദീജ, അവൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നബി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ ആയിഷ ബീവിക്ക് സഹിച്ചില്ല, ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ഒരിക്കൽ പൊട്ടിത്തെറച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? കൊച്ചുകുട്ടി കരയുന്നത് പോലെ മുത്തുനബി കരഞ്ഞടോ. എന്തിനാ? തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ, തന്റെ പ്രിയപ്പെട്ടവളെ പ്രായം ചെന്നവളെന്ന് വിളിച്ചപ്പോ
അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നീ ഒന്നും എന്റെ ഖദീജയെ പോലെ ആകില്ല ആയിഷ. ഇതിനാടോ പ്രേമമെന്ന് പറയുന്നത്, ഇതിനാണ് പ്രണയമെന്ന് പറയുന്നത്. ഇത് കണ്ടു വളർന്ന മകളാണ് മഹ്ദി ഫാത്തിമ. ഈ ഉമ്മയുടെയും ഉപ്പയുടെയും മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമയാണ് 29ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 29 വയസ്സ്. 29 വയസ്സ് ഉമ്മ വഫാത്താകുമ്പോ, ഉമ്മ മരിക്കുമ്പോ ഖദീജയ്ക്ക് ഫാത്തിമയ്ക്ക് 14 വയസ്സാണ്. 14ഓ 15ഓ വയസ്സോ പ്രായമുണ്ട് ഖദീജ ബീവി വഫാത്താകുമ്പോ. ഫാത്തിമ ബീവി 29ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോ ഉമ്മ നിന്നതുപോലെ കുളിച്ചൊരുങ്ങി നിന്നു. വാപ്പാ ഉമ്മച്ചി നിന്നതുപോലെ 29ാമത്തെ വയസ്സിൽ കുളിച്ചൊരുങ്ങിയിട്ട് വാതിലിൽ നിന്നു. അലിയാരെന്ന ഭർത്താവ് വീട്ടിൽ കയറി വന്നപ്പോ സ്വീകരിച്ചു, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. അലിയാര് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊരുത്തം ചോദിച്ചു. എന്തു പറ്റി അലിയേ, എന്തു പറ്റി ഫാത്തിമ നിനക്ക്? എനിക്ക് പോകാൻ സമയമായി അലിയേ, എനിക്ക് പോകാൻ സമയമായി അലിയേ, എനിക്ക് പൊരുത്തം തരണേ അലിയേ. എന്നിട്ടാ ഖദീജയുടെ മകളായ ഫാത്തിമ പറഞ്ഞതെന്തെന്നറിയോ? അലിയേ, 3 വസിയത്താണ് എനിക്കുമുള്ളത്. ഉമ്മ പറഞ്ഞതുപോലെ, ഉമ്മ ഉപ്പയോട് പറഞ്ഞതുപോലെ ആ പൊന്നുമോള് ഭർത്താവിനോട് പറയുകയാ, എനിക്കും 3 വസിയത്തുണ്ട് അലിയേ. ഒരു വസിയത്ത് എന്തെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ, എന്നെ രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തു പറ്റി ഫാത്തിമ, എന്തിനാ രാത്രി കബറടക്കുന്നത്? അലിയാര് തങ്ങളോട് പറഞ്ഞു, അലിയേ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ചുമക്കുന്നതും ഖബറിൽ ഇറക്കി വെക്കുന്നതും എല്ലാവരും അന്യപുരുഷന്മാരാ. ഉമ്മ ഉപ്പയോട് പറഞ്ഞു, നിങ്ങൾ കണ്ട ശരീരം വേറെ ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല. മകള് ഭർത്താവിനോട് പറഞ്ഞു, കഫം പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ പോലും എന്റെ ശരീരം ഒരാൾ കാണുന്നത് എനിക്കിഷ്ടമല്ല. ഇതാണ് മഹ്ദി ഫാത്തിമ. ഇതാടോ കുടുംബജീവിതം. ഒറ്റ ദിവസം കൊണ്ടെല്ലാം നേരെയാകില്ല. വാപ്പ നന്നാകണം, ഉമ്മ നന്നാകണം. നിങ്ങൾ നന്നാകുമ്പോ നിങ്ങളുടെ മക്കളും നന്നാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. 4 പേരാണ് നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത്. ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആർക്കാണ് സ്വർഗം നിർബന്ധമാകുന്നതെന്നറിയോ? ഒരാൾ മരിച്ചു കഴിഞ്ഞാ അവനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന്, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പറയണം, അല്ലാ ഇവൻ നല്ലവനാണ് പടച്ചവനെ, ഞാൻ ഇവന് വേണ്ടി സാക്ഷി പറയുന്നു അല്ലാ എന്ന് നിന്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. നിന്റെ കൂട്ടുകാരി പറഞ്ഞാൽ സ്വർഗമുണ്ട്. സഹോദര, 2, നിന്റെ കൂടെ കടന്ന നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ശരീരത്തിൻ്റെ തൊലിയോട് ചേർന്ന് കിടക്കുന്ന നിന്റെ ഇക്ക പറയണം, അല്ലാഹുവേ എനിക്കിതുപോലെ ഒരു പെണ്ണിനെ എൻ്റെ റബ്ബ് തന്നല്ലോ. എത്ര നല്ലവളാവസ്ഥ അതെ. ഇവള് വന്നതിന് ശേഷമാ എൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായേ. എനിക്ക് അല്ലാഹു സന്തോഷം തന്നു, സമാധാനം തന്നു. ഇവളുടെ ദുആയുടെ ബലത്തിലാവസ്ഥ അതെ ഞാൻ നടക്കുന്നത്. ഒരു ഭർത്താക്കന്മാർ പറയാറുണ്ടോ, ഇവളുടെ ദുആയിൻ്റെ ബർക്കത്തിലാവസ്ഥ അതെ ഞാൻ നടക്കണേ. ഞാൻ എങ്ങനെയുള്ളവനാണെങ്കിലും ഇവളുടെ ദുആ മതി, എൻ്റെ ധൈര്യം എൻ്റെ ഭാര്യയുടെ ദുആയാ. ചില ഭാര്യമാർ പറയാറുണ്ട്, എൻ്റെ ഇക്ക ഉസ്താദെ ഞാൻ നല്ലപോലെ ഒന്നും നിസ്കരിച്ചില്ലെങ്കിലും എൻ്റെ ഇക്ക അള്ളാഹിനെ പേടിയുള്ളവനാ. ഏത് പാതിരാത്രി വന്ന് കിടന്നാലും എൻ്റെ ഇക്ക സുബഹി നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും. എത്ര നല്ല മനുഷ്യനാ. ഇക്കാന്ന് പറയുമ്പോൾ ചില പെണ്ണുങ്ങളുടെ കണ്ണ് നിറയുള്ളൂ. ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ, ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുകഴ്ത്തി പറയണം. അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. 40 ദിവസം ക്ഷമിക്കാനുള്ള മനസ്സ് പോലും ഭർത്താവിനില്ല. ഓൻ പറയുന്നത്
നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയാം, അതുകൊണ്ട് റെഡിയാക്കി വെച്ചോ, ഉടനെ കെട്ടിയേക്കാം. ഇതാണ് സ്നേഹം. പിന്നെ പെണ്ണും പിള്ള അത് നല്ലതാ. പണ്ടത്തെ പെണ്ണുങ്ങൾ 4 മാസവും 10 ദിവസം ഇരിക്കും. ആരാ ഇപ്പം ഇരിക്കണം? ഏതെങ്കിലും പ്രായം ചെന്ന ഉമ്മമാരിരുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുന്നത് കാരണം ഒരു 40 ദിവസം വരെ ഇരിക്കും. ആ 40 കഴിഞ്ഞാൽ പുറത്ത് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ആയിപ്പോയി ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ ഇത്രയേ ഉള്ളടോ. കഴിഞ്ഞൊപ്പം പെണ്ണ് കെട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടാ. ഭാര്യ മരിച്ചു, ഭർത്താവ് കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിച്ചോ, മറക്കാതിരുന്നാ മതി. ഭാര്യ മറന്നു പോകരുത്. പെങ്ങളെ നീ വിവാഹം കഴിച്ചോ, വേണ്ടാന്ന് പറയണില്ല. വിവാഹം കഴിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിന്റെ ഭർത്താവിനെ നീ മറന്നു പോകരുത്. ദുആ ചെയ്യണം മനുഷ്യന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതെങ്ങനെ അറിയാനാ? എങ്ങനെ അറിയാൻ? കുടുംബ ജീവിതത്തിന്റെ വില എന്താന്ന് എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. കണ്ട കീരിയും പാമ്പിനെ പോലെ. ഭാര്യ പറയുന്ന ഉസ്താദെ അങ്ങാർക്ക് ഇപ്പം എൻ്റെ അടുത്ത് സ്നേഹമൊന്നുമില്ല, അപ്പം അങ്ങനെയൊക്കെ വിളിക്കണേ. ഇന്ന് ഭാര്യയും വായ്പാടുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഭാര്യ ഭർത്താക്കം, ഞാൻ എൻ്റെ ഒരു അനുഭവം, ഞാൻ ഒരു വീട്ടിൽ പോയി. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ. എന്താ വിളിക്കുക? നിങ്ങളൊക്കെ എന്താ വിളിക്കണേ? നിങ്ങളൊക്കെ എന്താ ഭാര്യ വിളിക്കുക? ചീത്ത വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു ഭർത്താവിനെ ഭാര്യ വിളിക്കുക, എടാ അതിങ്ങെടുക്കടാ. എവിടെ എത്തി? എടാ, വാടാ, പോടാ. പെണ്ണുങ്ങൾ പേരാ വിളിക്കണ ഭർത്താവിന്. ഭർത്താവിൻ്റെ പേര് വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ടോ? അബൂബക്കർ കാക്ക, പണ്ടുള്ളവര് എന്താ കുട്ടികളുടെ ഉപ്പ, ഏയ് നിങ്ങള് ഇങ്ങനെയൊക്കെയാ വിളിക്കുക. ഇപ്പൊ പേരാ വിളിക്കണത്. എൻ്റെ സഹോദരിമാരെ, വാപ്പാൻ എന്താ വിളിക്കുന്നത്? പേരാ. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. വാപ്പയ്ക്കൊരു സ്ഥാനം, ഉമ്മയ്ക്കൊരു സ്ഥാനം, ഗുരുനാഥനൊരു സ്ഥാനം. എൻ്റെ പേര് സിറാജ്, എൻ്റെ മോൻ സിനാൻ എന്നെ സിറാജ് വാപ്പാന്നാണോ വിളിക്കേണ്ടത്, വാപ്പാന്നാണോ വിളിക്കേണ്ടത്? എന്താണോ വിളിക്കണ്ടേ? വാപ്പാടെ പേര് എടുത്താ വിളിക്കണ്ടേ? അപ്പൊ ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ഭാര്യ ഇക്കാന്ന് വിളിക്ക്, അല്ല പേരല്ലേ. അതെങ്ങനെ വിളിക്കാനാ? ഈ കുട്ടികൾ തന്നെ വിളിക്കുന്നത് ഗെയ്സ് 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 ഏ ഗെയ്സ് എന്താ ഇന്നത്തെ ഗെയ്സ് എന്നാ വിളിക്കല്ല. ഞാൻ വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ തട്ടുകടയിൽ കയറി ഒരിക്കൽ എനിക്ക് തിന്നണം വേണം. ഈ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒന്നീ ഫോട്ടോ എടുക്കും. തിന്നുന്ന ഫോട്ടോ എടുത്താൽ മനുഷ്യന് തിന്നാൻ പറ്റുമോ? അല്ലെങ്കിൽ തിന്നെന്ന് പറഞ്ഞ് എല്ലാം കൂടെ നിൽക്കും. അപ്പം അതുകൊണ്ട് കഴിവതും എന്ത് ചെയ്യും? വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ തട്ടുകട കാണുമ്പോൾ ദോശയും ഓംപ്ലേറ്റും തിന്നാൻ കയറും. ഒരു കടയിൽ കയറിയപ്പോൾ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. അല്ലാഹു അലം. കാലഘട്ടം ഇനിയിപ്പോൾ എനിക്കറിയില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്ത് വിളിക്കും ജൗഹരി? ഇനി ഈ കുട്ടികൾ എന്തായിരിക്കും വിളിക്കണമെന്ന് ആലോചിക്കാൻ പറ്റണില്ല. അത്രത്തോളം കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു. ബന്ധങ്ങളൊന്നും അറിയില്ലടോ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലും അറിയില്ല. നിങ്ങൾക്കറിയോ? ഇന്ന് വഴുത് കഴിഞ്ഞു, ഈ പ്രസംഗം കഴിഞ്ഞ് നിങ്ങൾ പോവാ വീട്ടിലേക്ക്. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നു, ഭാര്യയും ഭർത്താവും കൂടെ വന്നത് ഇന്ത്യയും പാകിസ്ഥാനും വരുന്ന പോലെ. ഒരുമിച്ചൊന്നും നടക്കൂല ഇന്ന് ഭാര്യയും ഭർത്താവും ഒന്നും. അങ്ങനെ നടക്കുന്നവർ വളരെ കുറവാ. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോവാ. അങ്ങനെ ഇങ്ങനെ എല്ലാവരും കഴിഞ്ഞു പോയി. ഭാര്യയും ഭർത്താവും കൂടെ ഇങ്ങനെ വീടിന്റെ ഇടപെടിയിൽ കയറി. ആരും കൂടെയില്ല. ഭാര്യയും ഭർത്താവും കൂടെ ആ ഇടവഴിയിലൂടെ വീടിന്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു ഭർത്താവ് സ്നേഹത്തോടെ തൻ്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നാട്ടുകാർ പിടിക്കും. നമ്മൾ കണ്ടിട്ടില്ല, റോഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പടച്ചവനെ ഭർത്താവ് താഴെ ഇരിക്കും, ഭാര്യ തലയിലിരിക്കും കെട്ടിപ്പിടിച്ചിട്ട്. അതൊക്കെ അഭിനയമടോ. എടാ, നാട്ടുകാരുടെ മുമ്പിലൂടെ ലവ് ബേഴ്സുകളെ പോകുന്ന അത് വേറെ, അത് നാട്ടുകാർ കാണാൻ. എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ, നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചേർത്തു പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അള്ളാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യമാടോ. ഒരു ഭാര്യയുടെ കൈ പിടിച്ചാൽ മതി, ഹജറുൽ അസ്വദ് മുത്തിയ പാവം പൊറുക്കുന്നത് പോലെ ഒരു ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാൽ മതി, പാവം പൊറുക്കും. അത്രയും പുണ്യം. ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ടോ? നിങ്ങൾ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തല്ല. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കണില്ല. കടിച്ചു കീറുന്ന അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുമ്പോൾ അയൽവാസി ആമിന പോന്നു, ആമിന സുഖമാണോടി, മക്കളൊക്കെ ഒന്നൂ മച്ചാക്കി എങ്ങനെയുണ്ട്? എന്തൊരു ചോദ്യാന്നറിയോ? എന്നാൽ സ്വന്തം ഭാര്യയെ കാണുമ്പോൾ കടന്തൽ കുത്തിയതുപോലെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒന്ന് ചിരിക്കണം മനുഷ്യ, നിന്റെ ഭാര്യയല്ലേ.
ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്നതിന് പോലും കൂലിയുണ്ടോ? എന്തു ചെയ്താലും പ്രതിഫലം. അതാണ് കുടുംബ ജീവിതത്തിന്റെ മഹത്വം. പക്ഷെ നമുക്കറിയില്ല, നമ്മളതിൻ്റെ വിലയും. നമുക്ക് സീരിയലും സിനിമയും ഇങ്ങനെ വനിതയും മംഗളമൊക്കെ വായിച്ചുള്ള സ്നേഹമല്ലേ അറിയത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കണം, പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഉസ്താദ് പ്രേമിക്കണം പ്രണയിക്കുന്നൊക്കെ പറഞ്ഞ്? എടാ ചങ്ങാതി, പ്രേമിക്കേണ്ടത് സ്വന്തം പെണ്ണുമ്പിള്ളയാ. ഞാൻ പറയുന്ന ഭാര്യ ഭർത്താവിനെ പ്രേമിക്കണം, ഭർത്താവ് ഭാര്യയെ പ്രണയിക്കണം. കണ്ടവന്റെ ഭാര്യയല്ല, സ്വന്തം ഭാര്യയെ. പ്രണയമൊക്കെ ഉണ്ടടോ, ഇല്ലാന്നാരും പറഞ്ഞില്ല. പ്രണയിക്കാൻ പഠിപ്പിച്ചതാരാ? ജീവിതത്തിൽ ഒരിക്കലും മറന്നുപോകാൻ കഴിയാത്ത രീതിയിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ചതാരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഹാജി നോക്കുന്നു, മുക്കാലായതല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ, 15 മിനിറ്റും കൂടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ സമയം നോക്കിയ സഹോദരൻ്റെ അവസാന സമയം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. സമയവും നോക്കുന്നുണ്ട്, എന്നെയും നോക്കുന്നുണ്ട്. അതിനർത്ഥം സിറാജ് 10 മണി ആകാറായെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിക്കേണ്ടത് എങ്ങനെ? നമ്മളും പോയി കാണാറുണ്ട്, കാമുകനും കാമുകയും കൂടെ ഇങ്ങനെ ഒരു ജ്യൂസ് മേടിച്ചിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് വലിച്ചു കുടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊന്നുമല്ല സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ വീക്കെണ്ണനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നില്ലേ? കയറി 24 ഷാജാനൊക്കെ വലിയ മോലാളിമാരൊക്കെ അൽഹംദുലില്ലാഹ്. പായിപ്പാട് പള്ളി കമ്മിറ്റിക്കാരാ 3 എണ്ണം. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു അവരുടെ മുഖത്ത് കണ്ട സന്തോഷം അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയുന്നത് പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചാരാ?